വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബർ. ഇന്ന് ഞാൻ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എപ്പോഴും നട്ടി ബബിൾ കേക്ക് ചെയ്യുന്നതിലും കുറച്ച് വ്യത്യാസത്തിലാണ് കേട്ടോ ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ കേക്ക് മിക്സ് വെച്ചിട്ട് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. 1 kg വെയിറ്റ് വരുന്ന ഒരു കേക്ക് മിക്സ് വെച്ചിട്ട് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ കേക്ക് മിക്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ മെഷർ ചെയ്തെടുക്കുന്നത് ഗ്രാം അളവിലും മില്ലി അളവിലൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കപ്പ് അളവിലും സ്പൂൺ അളവിലൊക്കെയാണ് വേണ്ടതെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതാ ആദ്യം തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബൗളിലേക്ക് 300 ഗ്രാം കേക്ക് മിക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 8 ഗ്രാം കേക്ക് ജെല്ലാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു ടിന്നിൽ വരുന്ന കേക്ക് ജെല്ലാണ് കേട്ടോ ഞാൻ വാങ്ങാറുള്ളത്. അപ്പം ഇത് 1 kgൻ്റെ ഒരു ടിന്നാണ്. അപ്പോൾ 1 kg കേക്കിന് 300 ഗ്രാം കേക്ക് മിക്സും 8 ഗ്രാം കേക്ക് ജെല്ലും ആണ് വേണ്ടത്. അപ്പോൾ ഇതാ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് വെള്ളമാണ്. അപ്പം നമ്മൾ സാധാ കേക്ക് സ്പോഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ചേർക്കില്ല അല്ലേ, പക്ഷേ നമുക്ക് ഈ ഒരു കേക്ക് മിക്സിലേക്ക് വെള്ളം ആവശ്യമുണ്ട് കേട്ടോ. അപ്പം 300 ഗ്രാം കേക്ക് മിക്സിലേക്ക് 60 ml നോർമൽ വാട്ടറാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഒരിത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 60 ml ആണ് കറക്റ്റായിട്ട് വേണ്ടത്. പിന്നെ ഇതിലേക്ക് 4 കോഴിമുട്ടയാണ് കേട്ടോ ആവശ്യമുള്ളത്. അപ്പോൾ അതാ കോഴിമുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ സ്റ്റാൻഡ് മിക്സറിലാണ് കേട്ടോ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിന് ശേഷമാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 1 kg കേക്കിലേക്ക് 15 മില്ലി സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് മിക്സ് അത്യാവശ്യം നല്ലോണം തന്നെ ബീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഹൈ സ്പീഡിൽ നിന്ന് നമ്മൾ ഒരു മീഡിയം സ്പീഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഓയിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഓയിൽ അതിൽ നല്ലോണം മിക്സ് ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്താലും മതിയേ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ അത് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആ എയർ ബബിൾസ് ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ എനിക്ക് 35 മിനിറ്റ് ആണ് കേട്ടോ വേണ്ടി വന്നിട്ടുള്ളത് ഈ ഒരു കേക്ക് ബേക്ക് ആവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം അതിലേക്കുള്ള ഒരു ഫില്ലിങ്ങിന് വേണ്ടി എടുത്തു വെച്ചതാണ് ചോക്കോ ചിപ്സും ബദാമും ആണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അത് ചോപ്പ് ചെയ്തതും എടുക്കുക. ഇനിയിപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പാലും അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും ബൂസ്റ്റും കൂടി ചേർത്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ഞാൻ തണുത്തതിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മിൽക്ക് മിക്സ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ചോക്കോ ചിപ്സിൻ്റെ ബദാമിൻ്റെ ആ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ആ ഒരു വീഡിയോ സ്കിപ്പായി പോയതാണ്. അതിന് ശേഷം രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു മിൽക്ക് മിക്സ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ക്രീം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബൂസ്റ്റ് പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആ നൈഫ് വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ചോക്കോ ചിപ്സിൻ്റെ ആ ഒരു ബദാമിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇത് വെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു മിൽക്ക് മിക്സിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കുറച്ച് എടുക്കുക കേട്ടോ. ഒരുപാട് മധുരം ആയി പോവരുത്. കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു മിൽക്ക് നമുക്ക് 1 കപ്പാണ് എടുക്കേണ്ടത്. അതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ അതിന് മുകളിലായിട്ട് ബൂസ്റ്റ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റത്തെ ആ ഒരു ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു മിൽക്ക് മിക്സ് വെച്ചിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഒരു കേക്ക് നിങ്ങൾക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫിനിഷിംഗ് വർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് ക്രം കോട്ട് എടുത്തിട്ട് ആ ഒരു സമയത്ത് തന്നെ ഞാനിതിൻ്റെ ഫിനിഷിംഗ് വർക്കും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഫിനിഷിംഗ് വർക്ക് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ ഈ ഒരു സമയത്ത് തന്നെ ഫുൾ ഫിനിഷിംഗ് വർക്കും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നട്ടി ബബിൾ കേക്ക് ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു കേക്കിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും ആവശ്യമില്ല അല്ലേ. സൈഡിലായിട്ട് നമ്മൾ ചോക്കോ ചിപ്സും ബദാമൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ ഒരു കവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മുകൾ ഭാഗം നമ്മൾ ഗനാഷ് വെച്ചിട്ടും ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ബൂസ്റ്റ് പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഫിനിഷിംഗ് വർക്ക് ആവശ്യമില്ല. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ബേക്കിംഗ് ഫീൽഡിലേക്ക് വന്ന സമയത്ത് എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കേക്ക് ഈ ഒരു നട്ടി ബബിൾ ആയിരുന്നു കേട്ടോ. നമുക്ക് അധികം ഫിനിഷിങ് കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ദാ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ കേക്കിനെ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തലേ ദിവസമാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പിറ്റേ ദിവസമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗനാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ സാധാ ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അധികവും നട്ടി ബബിളിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗനാഷ് വെച്ചിട്ട് കേക്കിൻ്റെ മുകളിലായിട്ട് ചെറുതും വലുതായിട്ടുള്ള കുറച്ച് ബബിൾസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ബൂസ്റ്റ് പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു അരിപ്പയിൽ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. എന്നാലാണ് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിട്ടുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതിലൊരു കാര്യം പറയാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കേക്ക് ചെയ്തെടുത്ത സമയത്ത് അതിലേക്ക് നിങ്ങൾക്ക് ബൂസ്റ്റ് പൗഡർ ചേർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്കിൽ ആ ഒരു ബൂസ്റ്റ് പൗഡർ ചേർത്തിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴും ഇത് സെയിൽ ചെയ്യുന്ന സമയത്ത് കേക്കിൽ ബൂസ്റ്റ് പൊടി ചേർക്കാറില്ല. ആ ഒരു മിൽക്ക് മിക്സിലാണ് ചെയ്ത് കൊടുക്കലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ കേക്കിൻ്റെ ആ ഒരു സൈഡ് ഭാഗം ചോക്കോ ചിപ്സിൻ്റെയൊക്കെ ആ ഒരു മിക്സ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് ഭാഗം കവർ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ബദാമും ചോക്കോ ചിപ്സൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നെയിം എഴുതാനുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ചോക്ലേറ്റ് ബാറിലാണ് കേട്ടോ ഞാൻ എഴുതി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കേക്കിൻ്റെ മുകളിൽ തന്നെ എഴുതണം എന്നുണ്ടെങ്കിൽ കേക്കിൽ നമ്മൾ ആ ഒരു ബബിൾസൊക്കെ വെച്ച് കൊടുക്കുന്ന ആ ഭാഗത്ത് കുറച്ച് സ്പേസ് വിട്ടു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഇതാ അതും കൂടി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.